ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 7ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ആണ്. 7th മാത്തമാറ്റിക്സ്. അതിലെ ആദ്യ ചാപ്റ്ററായ പാരലൽ ലൈൻസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൽ വരുന്ന ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. മാത്സിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സാണിത്. മലയാളം മീഡിയം ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം പാരലൽ ലൈൻസ്. അപ്പോൾ എന്താണ് ആദ്യം പാരലൽ ലൈൻസ് എന്നുള്ളത് കാണിച്ചു തരാം. ഇതുപോലെ വരയ്ക്കുന്നതിനെയാണ് പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? ഇതുപോലെ വരുന്നതാണ് ഈ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞ് ചെരിഞ്ഞ് അതേപോലെ തന്നെ ഒരേപോലെ വരുന്നതാണ് പാരലൽ ലൈൻസ്. ഓക്കെ, നിങ്ങൾക്ക് രണ്ടെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഒരു പാരലോഗ്രാം ആണ് തന്നിരിക്കുന്നത്. ഇതാണ് പാരലോഗ്രാം. ഈ പാരലോഗ്രാം എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. എന്താണ് ക്വാഡ്രിലാറ്ററൽ? ഫുള്ളായിട്ട് ക്ലോസ്ഡ് ആയ ഒരു ഫിഗറിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. നാല് വശമോ അതിൽ കൂടുതലോ വരും. ഫുള്ളായിട്ട് ക്ലോസ്ഡ് ആയിരിക്കും. ഇതുപോലെ ഇത് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇതിൽ വരുന്ന ഈ രണ്ട് വശങ്ങൾ, ഈ സൈഡും പാരലൽ ആണ്. അതേപോലെ ഈ സൈഡും പാരലൽ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. ക്യാൻ യു ഡ്രോ ദിസ് പാരലോഗ്രാം വിത്ത് മെഷേഴ്സ് ആസ് ഗിവൺ? തന്നിരിക്കുന്ന പോലെ 120 ഡിഗ്രിയും 3 സെൻറ്റിമീറ്റർ എടുത്ത് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി ലൈൻസ് ആൻഡ് ആംഗിൾസ് ആണ്. അടുത്ത ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ആംഗിൾ ഫോം ആവണം. കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഒരു ലൈൻ വരച്ചു, ഒരു ലൈൻ ക്രോസ് ചെയ്താൽ ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ, ഇതാ ഒരു ആംഗിൾ, ഇതാ ഒരു ആംഗിൾ. എത്ര ആംഗിൾസ് ഫോം ആവുന്നുണ്ട്? മൊത്തം 4 ആംഗിൾസ് അവിടെ ഫോം ആവും കേട്ടോ. കാണുന്നുണ്ടല്ലോ? ഇഫ് യു നോ വൺ ഓഫ് ദീസ് ക്യാൻ വി കാൽക്കുലേറ്റ് ദ അതേഴ്സ്. പക്ഷേ ഇതിലൊരു പോയിന്റ് എന്താ വെച്ചാൽ, ഒരു മെഷർമെൻറ്റ് അറിയെങ്കിൽ നമുക്ക് ഇത് കാണാം, ഇത് കാണാം, ഇത് കാണാം. അതെങ്ങനെയെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 50 ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ ഇവിടെ 50 ആണെങ്കിൽ ഇവിടത്തെ കാണാൻ എന്ത് ചെയ്താൽ മതി? 180-ൽ നിന്ന് 50 കുറയ്ക്കുക. 180-ൽ നിന്ന് ഈ 50 കുറച്ചാൽ നമുക്ക് 130 ഡിഗ്രി കിട്ടും. അതായിരിക്കും ഇവിടെ 130 ആണെങ്കിൽ ഇവിടെ 130 ആയിരിക്കും. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. കണ്ടല്ലോ? അതാണ് അവരവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ റിലേഷൻ, രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി നോക്കൂ, ഈ ഫിഗർ നോക്കൂ. ഇത് ഓൾ ആംഗിൾസ് 90 ഡിഗ്രി ആണ്. പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ക്രോസ് ആയി കഴിഞ്ഞാൽ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. വാട്ട് ഇഫ് വൺ ലൈൻ ഈസ് എ ബിറ്റ് ടിൽറ്റഡ്? ഒരെണ്ണം തിരിച്ചെരിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ്? അപ്പോൾ അതിന് വ്യത്യാസം വരും, മെഷർമെൻറ്റ് മാറും. ഓക്കെ, 2 സ്മോൾ ആംഗിൾസ് ആൻഡ് 2 ലാർജ് ആംഗിൾസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദം എന്ന് ചോദിച്ചിട്ടുണ്ട്. ദ 2 സ്മോൾ ആംഗിൾസ് ആർ ഓഫ് ദ സെയിം മെഷർ. രണ്ട് ചെറിയ ആംഗിളുകളും സെയിം അളവാണ്. രണ്ട് വലിയ ആംഗിളുകളും സെയിം അളവാണ്. സം ഓഫ് സ്മോൾ ആംഗിൾ ആൻഡ് ലാർജ് ആംഗിൾ ഇസ് 180 ഡിഗ്രി. ഈ സ്മോൾ ആംഗിളും ഈ ലാർജ് ആംഗിളും തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. മേലത്തെ മാത്രം കേട്ടോ. അതേപോലെ താഴത്തെയും സ്മോളും ബിഗും കൂടി കൂട്ടിയാൽ 180 ആണ് കിട്ടുക. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഗറാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചു വെച്ചോളൂ. ഇനി നൗ ദ ബ്ലൂ ലൈൻ എബോവ് മേക്സ് 4 ആംഗിൾസ് വിത്ത് ദ ഗ്രീൻ ലൈൻ. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദം? ഇനി മേലെ നമ്മളിപ്പോൾ ഇത്ര ഒരു ലൈൻ വരച്ചാണ്. ഇനി മേലെ ഇതാ ഒരു ലൈൻ കൂടി വരച്ചിരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് നോക്കാം. ലെറ്റ്സ് ലുക്ക് ഓൺലി അറ്റ് എ സ്മോൾ ആംഗിൾ ബിലോ ആൻഡ് ദ മാർക്ക്ഡ് ആംഗിൾ എബോവ്. നമുക്കിനി നോക്കാം. ഇവിടെ ഈ ലൈനിൽ 50 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ മേലത്തെ ആംഗിൾ ഇത് ഇവിടെയും എന്തുതന്നെ ആയിരിക്കും? 50 ഡിഗ്രി തന്നെ ആയിരിക്കും. കണ്ടോ? അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 50 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ നോക്കുക. ഇവിടെ ഒരു സൈഡിൽ 50 ഉണ്ടെങ്കിൽ 180-ൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ആ 50 മൈനസ് ചെയ്താൽ 130 ഇവിടെ കിട്ടും. ഇവിടെ 130 ആണെങ്കിൽ വേറെ എവിടെയും 130 ആയിരിക്കും. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ 130 ആണെങ്കിൽ ഇവിടെ 130 ആയിരിക്കും. ഇവിടെ 50 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ 50 ആയിരിക്കും. ഇനി നോക്കൂ, ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് 50 ആയിരിക്കും. ഇവിടെ 50 ആണെങ്കിൽ ഇവിടുത്തെ കണ്ടുപിടിച്ചാൽ 130 ആണ്. ഇവിടെയും 130 ആണ്. ഓക്കെ, വളരെ സിമ്പിളാണ്. 180-ന്ന് മൈനസ് ചെയ്ത് കണ്ടാൽ മാത്രം മതി നിങ്ങൾ. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എ ലൈൻ ഇൻ്റർസെക്ട് 2 പാരലൽ ലൈൻസ് അറ്റ് ആംഗിൾസ് ഓഫ് ദ സെയിം മെഷർ. ഒരു ലൈൻ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ട് മേലെയെങ്കിൽ താഴെയുള്ളതിൻ്റെ അതേ മെഷർമെൻ്റ് ആയിരിക്കും മേലെയും വരിക എന്നുള്ളതാണ് കണ്ടീഷൻ. കണ്ടീഷൻ നോക്കി വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടീഷൻ.
നെക്സ്റ്റ്, in each of the pictures below, can you calculate the other 7 angles which the parallel blue lines make with the green lines? ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 40 ആയിരിക്കും കേട്ടോ. ഇവിടെ 40 ആണെങ്കിൽ നിങ്ങൾ 180യിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ 40 മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 140 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 40 ആണെങ്കിൽ ഇവിടെയും 40 ആയിരിക്കും. ഇവിടെ 140 ആണെങ്കിൽ ഇവിടെയും 140 ആയിരിക്കും. സോ ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 40 ആണ്. ഇവിടെ 140, അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഇവിടെ 140. ഇതാണ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ മറക്കരുത്. നെക്സ്റ്റ്, മാച്ചിങ് ആംഗിൾസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. വി ഹാവ് സീൻ ദ റിലേഷൻ ബിറ്റ്വീൻ ദ 4 ആംഗിൾസ് മെയ്ഡ് ബൈ 2 intersecting lines. വാട്ട് ക്യാൻ വി സേ അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ 8 ആംഗിൾസ് ഫോംഡ് വെൻ എ ലൈൻ കട്ട്സ് 2 പാരലൽ ലൈൻസ്? ഈ 8 ആംഗിൾസ് നമ്മളിപ്പോൾ നോക്കി, അതും എന്ത് തന്നെയാണ്? സെയിം ആയിട്ടാണ് വരുന്നത് അല്ലേ? ഇഫ് ബോത്ത് ആർ സ്മോൾ ആംഗിൾസ് എല്ലാം 50 ഡിഗ്രിയും ലാർജ് ആംഗിൾസ് എല്ലാം 130 ഡിഗ്രിയും തന്നെയാണ് വരുന്നത്. ഇഫ് വൺ ഇസ് സ്മോൾ ആൻഡ് അതർ ഇസ് ലാർജ്, സ്മോൾ വൺ ഇസ് 50, ലാർജ് വൺ ഇസ് 130 ആൻഡ് ദ സം ഇസ് 180. ഓക്കെ, അപ്പോൾ ഇവിടെ ഓഫ് ദ ആംഗിൾസ് മെയ്ഡ് വെൻ 2 പാരലൽ ലൈൻസ് ആർ കട്ട് ബൈ സ്ലാൻഡിങ് ലൈൻ, സ്മോൾ ആംഗിൾസ് ആർ ഓഫ് ദ സെയിം മെഷർ. ചെറിയ ആംഗിളുകളെല്ലാം ഒരേ അളവായിരിക്കും. ലാർജ് ആംഗിൾസ് ആർ ഓഫ് ദ സെയിം മെഷർ. വലിയ അളവുകളും ഒരേ മെഷർമെൻ്റ് ആയിരിക്കും, വലിയ ആംഗിളുകൾ. സ്മോൾ ആംഗിളും ലാർജ് ആംഗിളും കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരും. ഇഫ് ദി ഇന്റർസെക്റ്റിംഗ് ലൈൻ ഇസ് പെർപെൻഡിക്കുലർ ടു വൺ ഓഫ് ദ പാരലൽ ലൈൻസ്, ഇറ്റ് വുഡ് ബി പെർപെൻഡിക്കുലർ ടു ദി അതർ ലൈൻ ടു ആൻഡ് ഓൾ ആംഗിൾസ് വുഡ് ബി റൈറ്റ് ആംഗിൾസ്. അത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാത്രമേ റൈറ്റ് ആംഗിൾ കണ്ടീഷൻ വരുള്ളൂ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ നോക്കൂ. ദ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ആർ പാരലൽ. വാട്ട് ഇസ് ദ മെഷർ ഓഫ് ആംഗിൾ എബവ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ ടോപ്പ് ആൻഡ് ബോട്ടം തന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ തന്നാലും അതിപ്പോൾ നീട്ടി വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയില്ലേ? ഇപ്പം നമ്മൾ നീട്ടി ഇങ്ങനെ ഒരു വര വരച്ചു കൊടുത്താൽ നമ്മളുടെ നേരത്തെ മെഷർമെൻ്റ് ആയില്ലേ? ആയി. ഇപ്പം ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ 45 ആയിരിക്കും. അപ്പോൾ 180യിൽ നിന്ന് ഈ 45 മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക? നമുക്ക് 135 ആയിരിക്കും ഇവിടെ വരിക. ഇവിടെ 45 ആണെങ്കിൽ ഇതിനകത്തും 45 ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ 45 ആണ്. ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ 135 ആയിരിക്കും. നമുക്കിത് അറിയാം, ഈസിയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ അതർ ആംഗിൾസ് ഇൻ ദ ഗിവൺ പാരലോഗ്രാം? തന്നിരിക്കുന്ന പാരലോഗ്രാമിലെ ബാക്കി ഭാഗങ്ങൾ കണ്ടുപിടിക്കാമോ എന്നാണ് ചോദ്യം. 55 ഡിഗ്രി അവർ തന്നിട്ടുണ്ട്. ടു ഡിറ്റർമൈൻ ദിസ് വി ഷാൽ ലുക്ക് അറ്റ് ദ ആംഗിൾസ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ലെഫ്റ്റ് സൈഡ് വിത്ത് ദ ടോപ്പ് ആൻഡ് ബോട്ടം പാരലൽ. നമുക്കിത് വേണമെങ്കിൽ നമ്മൾ നേരത്തെ വരച്ച പോലെ ഇതുപോലെ വരച്ച് നമുക്കൊരു ഈ പാരലൽ ലൈൻ ആക്കിയതിന് ശേഷം കാണാം. അപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും. ഇവിടെ 55 ആണെങ്കിൽ ഇവിടെ 55 ആയിരിക്കും. 180യിൽ നിന്ന് ഈ 55 മൈനസ് ചെയ്താൽ എന്ത് വരും നോക്കുക. ആ രീതിയിൽ നമുക്ക് ഇവിടുത്തെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ആൻസർ വരുന്നത് ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. 180യിൽ നിന്ന് 55 മൈനസ് ചെയ്താൽ 125 വരും അല്ലേ? ആ 125 ആണ് ഇതിനകത്ത് വരിക. ഇവിടെ 125 ആണെങ്കിൽ ഇവിടെയും 125 ആയിരിക്കും. ഇവിടെ 55 ആണെങ്കിൽ ഇവിടെയും 55 ആയിരിക്കും. ഈ രണ്ടെണ്ണം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 എന്നാണ് കണ്ടീഷൻ കേട്ടോ. ഇത്ര കണ്ടീഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഏതൊക്കെ പാരലൽ സൈഡ് കൂട്ടിയാലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ആംഗിൾ മെഷർമെന്റ് ആഡ് ചെയ്താൽ 180 എന്നുള്ള കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ഡ്രോ ദ പാരലോഗ്രാം ബിലോ വിത്ത് ദ ഗിവൺ മെഷേഴ്സ് ആണ്. തന്നിരിക്കുന്ന അളവുകൾ വെച്ചിട്ട് പാരലോഗ്രാം വരയ്ക്കുക, ബാക്കി ആംഗിളുകൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 60 ആയിരിക്കും. ഇവിടെ 60 ആണെങ്കിൽ 180യിൽ നിന്ന് 60 മൈനസ് ചെയ്താൽ എന്താ വരിക? 120 ഇവിടെ. അതേപോലെ ഇവിടെയും 120 വരും. നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കതിൻ്റെ ഒന്ന് നോക്കാം. ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ ABC എന്നൊക്കെ കൊടുത്തിട്ട് ആംഗിൾ എയും സിയും, അതായത് ഇതിപ്പോൾ എ ആണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ABCD കൊടുത്തിട്ട് എയും സിയും കൂട്ടുമ്പോൾ 180 ഡിഗ്രി അല്ല, അതിന് ശേഷം 180 60 മൈനസ് ചെയ്താൽ 120 ഡിഗ്രി നമുക്ക് കിട്ടും. രണ്ട് സൈഡുകൾ ആഡ് ചെയ്യുമ്പോൾ 180 ആണെന്നുള്ള കണ്ടീഷൻ മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഈസിയാണ്. The top and bottom blue lines in the figure are parallel. Find the angle between the green lines എന്നാണ്. ആ ഗ്രീൻ ലൈൻസിൻ്റെ ഇടയിൽ വരുന്ന ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം.
അപ്പോൾ ഇതിൽ നമ്മൾ ഇടയിലൂടെ ഒരു ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്ത് ഒരു വരച്ചു കൊടുക്കുക, ഒരു പാരലൽ ലൈനും കൂടെ. അപ്പോഴേ നമുക്കിത് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെയും 40 ആയിരിക്കും. ദെൻ അതിനുശേഷം വരുന്നത് ഇവിടെ 50 ആണെങ്കിൽ ഇവിടെയും 50 ആയിരിക്കും. കണ്ടോ, ഇതുപോലെയാണ് വരിക. 50 + 40 ചെയ്യുമ്പോൾ 90 ഡിഗ്രി. അടുത്തത് നിങ്ങൾക്ക് വരയ്ക്കാനാണ്. ഇൻ ദ ഫിഗർ ദ പെയർ ഓഫ് ലൈൻ സ്ലാൻഡഡ് ടു ദ ലെഫ്റ്റ് ആർ പാരലൽ ആൻഡ് ഓൾസോ ദ പെയർ ഓഫ് ലൈൻ സ്ലാൻഡഡ് ടു ദ റൈറ്റ്. ഈ ഫിഗർ ഒന്ന് വരയ്ക്കുക. ഇനി ട്രയാങ്കിൾ സം ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൻ്റെ എക്സസൈസ് നോക്കാം. സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് 180 ഡിഗ്രി ആണ്. ഒരു ട്രയാങ്കിളുടെ എല്ലാ ഭാഗങ്ങളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ് നമുക്ക് വരിക. ആദ്യത്തെ ചോദ്യം, ഡ്രോ ദ ട്രയാങ്കിൾ വിത്ത് ഗിവൺ മെഷർമെൻ്റ് ആണ്. ഇവിടെ 60, 40, 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. 60, 40 100 ആണ്. അപ്പം ഈ ഭാഗം 80 ഡിഗ്രി ആയിരിക്കും. കാരണം 180 മൈനസ് 60 + 40 ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും. അത് മൈനസ് ചെയ്താൽ ഉള്ള ബാക്കി നമ്പർ ആയിരിക്കും മൂന്നാമത്തെ ആംഗിൾ വരിക കേട്ടോ. വരയ്ക്കുക. ദ ഫിഗർ ഷോസ് എ ട്രയാങ്കിൾ ഡ്രോ ഇൻ എ റെക്ടാങ്കിൾ. 80 ഡിഗ്രി ആൻസർ. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആണ്. ഒരു റെക്ടാങ്കിളിനുള്ളിൽ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ABCD എന്ന് പറഞ്ഞിട്ട് റെക്ടാങ്കിളിന് പേര് കൊടുത്തു. ഇതെല്ലാം 90 ഡിഗ്രി ആണ്. നൗ ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് വൺ പാർട്ട് ഓഫ് ആംഗിൾ A 40 ഡിഗ്രി ആണ്. അപ്പോൾ ഒരു ഭാഗം അവർ 40 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഭാഗം എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഈസിയാണ്. കാരണം ഇവിടെ മൊത്തം 90 ഡിഗ്രിയാണ്. അപ്പോൾ 90-ൽ 40 പോയാൽ ബാക്കി 50 ഇവിടെ ഉണ്ടാവും. അതുപോലെ ഇതും 90 ഡിഗ്രിയാണ്. 90-ൽ 25 പോയാൽ ബാക്കി എത്രയാണ്? അതിവിടെ ഉണ്ടാവും. 65 ഡിഗ്രി ആയിരിക്കും ഇവിടെ വരിക. ബാക്കി ഈ വശം 90 തന്നെയാണ്. സിയും ബിയും 90 ഡിഗ്രി തന്നെയാണ് വരിക. ഇനി നമുക്ക് മൂന്നാമത്തെ വശം, ഇവിടെ 65, ഇവിടെ 50. അപ്പോൾ ഈ മൂന്നാമത്തെ വശം എന്താ? 180-ൽ നിന്ന് 65, 50 നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ എന്താ വരിക നോക്കുക. 115 വരും. ആ 115 നിങ്ങൾ 180-ൽ നിന്ന് കുറയ്ക്കുക. 115 5 6 10 115 ആണ് കേട്ടോ, 105 അല്ല. ഓക്കെ, അപ്പോൾ ഇത് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് വരിക? 180 മൈനസ് 115 ആണ് നമ്മൾ ചെയ്യേണ്ടത്. 65 ഡിഗ്രി. സോറി, ഇവിടെ 75 ആണ് കേട്ടോ. 75-ഉം അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. അല്ല, 65 90 ഡിഗ്രി തന്നെയാണ്. 65. ഓക്കെ, അപ്പോൾ നമുക്ക് വരേണ്ടത് 65 ഡിഗ്രി തന്നെ വരും. ഒരു മിനിറ്റ്, ഇവിടെ എഴുതിയത് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. സിമിലർലി വൺ പാർട്ട് ഓഫ് ആംഗിൾ D 25 ഡിഗ്രി ആണ്. സോ റിമൈനിങ് പാർട്ട് ആംഗിൾ D എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് 65 ഡിഗ്രിയാണ് ഇവിടെ വരേണ്ടത്. ഇത് 75 ഇവിടെ എഴുതിക്കുന്നതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ചെക്ക് ചെയ്തത്. എഴുതിയിരിക്കുന്നതിൽ വന്ന മിസ്റ്റേക്കാണത്. 65 ഡിഗ്രിയാണ് കേട്ടോ വരിക. അടുത്തത്, ദ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ഇൻ ദ ഫിഗർ ആർ പാരലൽ. തന്നിരിക്കുന്നതിൽ ABCD നമ്മൾ പേര് കൊടുക്കുക. തേർഡ് ആംഗിൾ കണ്ടുപിടിക്കുക. നമ്മൾ ഇവിടെ നമുക്ക് ABCD എന്ന് പറയുന്നത് പാരലൽ ലൈൻസ് ആണ്. ഇത് CDയും ABയും പാരലൽ ആണ്. സോ നമുക്ക് ഇവിടെ 35ഉം 45ഉം തന്നിട്ടുണ്ട്. 180-ൽ നിന്ന് 35 + 45 കൂട്ടുക, 80 കുറയ്ക്കുക. അപ്പോൾ 100 നമുക്ക് കിട്ടും. അപ്പോൾ ബോട്ടം ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആംഗിൾ എയും ആംഗിൾ ഡിയും ഇതിൽ ഈക്വൽ ആണ്. ആംഗിൾ D ടോപ്പ് ട്രയാങ്കിൾ ആണ്. അവിടെ 35 ഡിഗ്രി വരും. കണ്ടല്ലോ,
ടോപ്പും ബോട്ടവും ചെറിയ സിമിലാരിറ്റി ഉണ്ടാവും. ദെൻ അതുപോലെ സി 45 ഡിഗ്രിയും ആണ് വരിക. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കാൻ 35 ഈ 45 എന്ത് ചെയ്യുക, കൂട്ടുക, 180 മൈനസ് ചെയ്യുക, അപ്പോൾ 100 ഡിഗ്രി തന്നെ വരും. അപ്പോൾ ഓൾ ആംഗിൾസ് ഓഫ് ബോട്ടം ട്രയാങ്കിൾ 35ഉം 45 ഡിഗ്രിയും തന്നെയാണ്. പിന്നീട് അപ്പോൾ നമുക്ക് ആ സെൻറ്ററിൽ വരുന്നത് ഏതായിരിക്കും, 35, 45, 100. സിമ്പിളാണ്. ഇതിൻ്റെ ഇടയിൽ എങ്ങനെ വരാമെന്ന് വെച്ചാൽ 180യിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 35 + 45 ചെയ്താൽ നമുക്ക് എന്താ വരിക, 80 ആണ് വരിക. അത് കുറയ്ക്കുക, അപ്പോൾ 100 തന്നെയാണ് വരിക കേട്ടോ. മൂന്നാമത്തെ ആംഗിൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇത്രയും വലിച്ച് എഴുതേണ്ട ഒരു കാര്യമില്ല. അടുത്തത്, the left and right sides of the large triangle are parallel to the left and right side of the small triangle ആണ് കൊടുത്തിരിക്കുന്നത്. Calculate the other two angles of the large triangle and all angles of the small triangle. ലാർജും സ്മോളും നമ്മൾ കണ്ടുപിടിക്കണം. സോ നമുക്ക് ഇതൊന്ന് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. എ ബിയും സി ഡിയും പാരലൽ ആണ്. ഇവിടെ എ ബി സി ഡി പാരലൽ ആണ്. എ സിയും ഡി ഇ ഓൾസോ പാരലൽ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ മിഡിൽ ആംഗിൾ 70 ഡിഗ്രി. മിഡിൽ ആംഗിൾ 70 ഡിഗ്രി എന്ന് അവർ തന്നിട്ടുണ്ട്. കൺസിഡറിങ് പാരലൽ ലൈൻസ് എ ബി ആൻഡ് സി ഡി കണക്കാക്കിയാൽ എ സി ഈസ് എ സ്ലാൻഡിംഗ് ലൈൻ ഇന്റർസെക്ടിങ് ദ പാരലൽ ലൈൻസ്. ദെർഫോർ ദ മിഡിൽ ആംഗിൾ ആൻഡ് ആംഗിൾ എ ഓഫ് ദ ലാർജർ ട്രയാങ്കിൾ ആർ ഓൾട്ടർനേറ്റ് ആംഗിൾ. ദെർഫോർ ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. ആംഗിൾ എ 70 ഡിഗ്രി തന്നെ വരും നമുക്ക്. Now we can calculate the third angle of the large triangle. 180ൽ നിന്ന് 70 + 60 കൂട്ടിയിട്ട് കുറയ്ക്കുക. അപ്പം നമുക്ക് 130, 180 നിന്ന് 130 കുറച്ചാൽ 50 ഡിഗ്രി ആൻസർ വരും കേട്ടോ. ആംഗിൾ ബി. ഇനി നമുക്ക് ഓൾ ദ 3 ആംഗിൾസ് കിട്ടി. 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആംഗിൾ ഡി നമ്മൾ ഇപ്പോൾ സിമിലർലി കൺസിഡറിങ് ദ പാരലൽ ലൈൻസ് എ സി ആൻഡ് ഡി ഇ. സി ഡി ഇവിടെ സ്ലാൻഡിംഗ് ലൈൻ ആണ് ഇന്റർസെക്ടിങ് ദ പാരലൽ ലൈൻസ്. കൺസിഡറിങ് ദ പാരലൽ ലൈൻസ് എ സി ആൻഡ് ഡി ഇ, സി ഡി is slanting line through the parallel lines. Here middle angle and the angle D of small triangle are alternate angles. Therefore these two angles are equal. Angle D 70 ഡിഗ്രി ആണ്. Now angle C ആണ് കേട്ടോ, അത് സെറ്റ് സി അല്ല. ആംഗിൾ സി ഓഫ് larger triangle, middle angle and angle C of smaller triangle form a straight line. Angle C of small triangle കണ്ടുപിടിക്കണമെങ്കിൽ 180ൽ നിന്ന് 60 + 70 കൂട്ടിയിട്ട് കുറയ്ക്കുക, 50 ഡിഗ്രി വരും ഉത്തരം. ഇനി തേർഡ് ആംഗിൾ ഓഫ് സ്മോളർ ട്രയാങ്കിൾ കാണാൻ 180 മൈനസ് 50 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി ചെയ്യുക. 180ൽ നിന്ന് 120 മൈനസ് ചെയ്യുക, അപ്പോൾ 60 ഡിഗ്രി വരും. അപ്പോൾ ഓൾ 3 ആംഗിൾസ് ഓഫ് സ്മോളർ ട്രയാങ്കിൾ എന്താ വരിക, 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി എന്ന് ഉത്തരം വരും കേട്ടോ. അടുത്തത്, എ ട്രയാങ്കിൾ ഇസ് ഡ്രോൺ ഇൻസൈഡ് എ പാരലോഗ്രാം. ഒരു പാരലോഗ്രാമിനുള്ളിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, നമുക്ക് ആംഗിൾ കാണണം. സോ ഇവിടെ നമുക്ക് സെയിം മെത്തേഡ് തന്നെയാണ്. ഇവിടെ ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ ബി 110 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ ഈ 110 ആണെങ്കിൽ ഇവിടെ മൊത്തം 110 ആയിരിക്കും. അപ്പോൾ 110ൽ നിന്ന് ഈ 60 ഒന്ന് കുറച്ച് നോക്കൂ, നിങ്ങൾക്ക് എന്താ വരിക, 50 വരും. ഇവിടെ 50 വരിക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഒരു പോയിന്റ്. ഇവിടെ 110 ആയി, ഇവിടെ 110 ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്തായിരിക്കും, ഇവിടെ എന്താന്ന് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. അതാണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ട ടാസ്ക്. സോ അവിടെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി നമുക്ക് 180 ഡിഗ്രി ആണ് കിട്ടേണ്ടത്. അപ്പോൾ ആംഗിൾ ഡി ഇവിടെ 110 ഡിഗ്രി ഉണ്ട്, ഇവിടെ ഒരു 30 ഡിഗ്രി ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 140, 110ഉം അപ്പോൾ നമുക്ക് എന്താ ബാക്കി വരിക, ഇവിടെ 70 ഡിഗ്രി മൊത്തത്തിൽ വരും. അതിൽ നമുക്ക് ഇവിടെ ആംഗിൾ എയുടെ ഒരു ഭാഗം 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്, ബാക്കി മാത്രം കണ്ടാൽ മതി. സിമ്പിളാണ്. 40 ഡിഗ്രി നമുക്ക് അവിടെ വരും കേട്ടോ. It means we get two angles of the triangle which are 50 degree and 40 degree. So third angle of the triangle എന്താണ്, 180 degree minus 50 plus 40 ആണ്. 180 degree minus 90 degree, 190 degree ആണ് ആൻസർ വരിക. സോ ഇത് ആൻസർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഞാനിപ്പോൾ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ള ഒരു ക്ലാസ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് തരാം. ഇതിപ്പോൾ നമ്മൾ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യണത് കൊണ്ട് ഇത്രയും നമുക്കിതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ എഴുതാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണം, നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഡീറ്റെയിൽ ക്ലാസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സിൻ്റെ ലിങ്ക് തരാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.